ഭക്ഷ്യവിഷബാധ മൂലം വണ്ടിപ്പെരിയാറിൽ വീണ്ടും ആരോഗ്യ വകുപ്പിന്റെ പരിശോധന. ഇതിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ വണ്ടിപ്പെരിയാറിലെ ഹോട്ടൽ 7 ദിവസത്തേക്ക് അടച്ചിടാൻ ആരോഗ്യ വകുപ്പ് നോട്ടീസ് നൽകി. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. വണ്ടിപ്പെരിയാറിൽ വീണ്ടും ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 10ഓളം ആളുകൾ വയറിളക്കം കാരണം ചുരക്കുളം പ്രാഥമിക ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തി. ഹോട്ടലിൽ നിന്നും ബിരിയാണി വാങ്ങിച്ചു കഴിച്ച വ്യാപാര വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് അംഗം ഉൾപ്പെടെ ചികിത്സയിൽ കഴിയുകയാണ്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യ വകുപ്പും ഹോട്ടലിൽ പരിശോധന നടത്തി. 7 ദിവസം കട അടച്ചിടാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതുകൂടാതെ ചെറുകടി വിൽപ്പന ഹോട്ടലുകളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന നടന്നു. വണ്ടിപ്പെരിയാർ താജ് ഹോട്ടലിലാണ് ആരോഗ്യ വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്ന വീഴ്ചകൾ ഇങ്ങനെ: വൃത്തിഹീനമായ രീതിയിലുള്ള പാചകം, അടുക്കളയോട് ചേർന്നുള്ള ടോയ്ലറ്റിന്റെ പ്രവർത്തനം, കടയിൽ ജോലിക്ക് നിൽക്കുന്ന ആർക്കും തന്നെ ഹെൽത്ത് കാർഡ് ഇല്ല, പഞ്ചായത്ത് ലൈസൻസും ഇല്ല, ശാസ്ത്രീയ പരിശോധനകൾ ഇല്ലാതെയാണ് കുടിവെള്ളം ഉപയോഗിക്കുന്നത് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കെതിരെയാണ് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 7 ദിവസത്തിനകം പരാതികൾ പരിഹരിച്ച് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുള്ളൂ എന്നാണ് നോട്ടീസിൽ പറയുന്നത്. ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം അടക്കമുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഇതിന് കാരണം കൂടുതലായും വണ്ടിപ്പെരിയാർ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന വെള്ളമാണെന്നും ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നു. വരും ദിവസങ്ങളിലും ആരോഗ്യവകുപ്പിന്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് ഹെൽത്ത് സൂപ്പർവൈസർ അനിൽകുമാർ പറഞ്ഞു. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജാസ്മിൻ, റൊണാൾഡ് എന്നിവരും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.